ചൈനയിലെ ഗാങ്സു ചിൻഹായി അതിർത്തി മേഖലയിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ 111 പേർ മരിച്ചു. 200-ലധികം പേർക്കാണ് പരിക്കേറ്റത്. റിക്ടർ സ്കെയിൽ 6.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. വിശദാംശങ്ങളുമായി അനുജ ചേരുകയാണ്. അനുജ, ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണോ? ഇതിൻ്റെ ഈ പ്രഭവ കേന്ദ്രം എവിടെയാണ്? റിക്ടർ സ്കെയിലിൽ 6.2 തീവ്രത രേഖപ്പെടുത്തിയെങ്കിൽ ഇത് കൂടുതലും ബിൽഡിങ്ങുകളായതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ വലിയ ദുരന്തം ആയി മാറിയത്. എന്തൊക്കെയാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ? അജിംഷാദ്, ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടുകൂടി, അതായത് 11:59 ഈ റിക്ടർ സ്കെയിലിലെ 6.2 തീവ്രത രേഖപ്പെടുത്തി ഈ ഭൂചലനം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് 110 പേരുടെ മരണം തന്നെയാണ് ഭൂകമ്പത്തിലുണ്ടായത്. അതുപോലെ തന്നെ 200-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റ തന്നെ പലർക്കും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് പോയവരും, അതായത് ഈ ആളുകളെ രക്ഷാപ്രവർത്തനത്തിന് പോയവർ ഉള്ളവരെ കാണാതായിട്ടുണ്ട്. ഇവരുടെ ഒരു അവസ്ഥയെപ്പറ്റി ഇപ്പോൾ വിവരങ്ങളൊന്നും ലഭ്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പ്രഭവ കേന്ദ്രം, അതായത് ഗൻസുവിൽ നിന്നും 100 കിലോമീറ്റർ അകലെയാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഗാൻസു ക്യുൻഹ പ്രവിശ്യകളുടെ അതിർത്തിയോട് ചേർന്ന് 10 കിലോമീറ്റർ താഴ്ചയിൽ ഇതിൻ്റെ ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. രാജ്യാന്തര മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഇത്. നിലവിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. ഈ മഴ, കനത്ത തണുപ്പ് എന്നിവയൊക്കെ ഈ പ്രവർത്തനത്തിന് വിഘാതമായിട്ട് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെ പെട്ടെന്ന് തന്നെ നടത്താൻ നോക്കുന്നുണ്ടെങ്കിലും ഈ പ്രതികൂല കാലാവസ്ഥ വലിയ രീതിയിൽ ഇതിനെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും എല്ലാ സാധ്യതകളും ഉപയോഗിക്കണമെന്ന നിർദ്ദേശം ചൈനീസ് പ്രസിഡന്റ് നൽകിയിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ പ്രതികൂലമായ കാലാവസ്ഥ ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഇതിനെ തുടർന്ന്, ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് വൈദ്യുതിയും വെള്ളവും ഒക്കെ നിലച്ച ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന അങ്ങനെ ഭൂകമ്പങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു രാജ്യമല്ല. അവിടെ അങ്ങനെ സാധാരണഗതിയിൽ ഇത്തരം ഭൂകമ്പങ്ങൾ ഉണ്ടാവുന്ന സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ ഉണ്ടായ ഭൂകമ്പം എന്ന് പറയുന്നത് ഇതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു. പെട്ടെന്നുണ്ടായ ഭൂകമ്പത്തിൽ ഇവർക്ക് ഈ രക്ഷാപ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ പ്രതികൂല കാലാവസ്ഥയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും റോഡുകളും തകർന്നതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമായിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ആളുകളുടെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇവർ പരിഭ്രാന്തരായിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. വീടുകളും കെട്ടിടങ്ങളും ഒക്കെ തകർന്നിട്ടുണ്ട്. ഇതിനിടയിൽ ഇവർക്കുള്ള ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ എത്തിക്കാനും ഈ രക്ഷാപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും 110 പേരുടെ മരണം ഔദ്യോഗികമായിട്ട് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 200-ലധികം പേർക്ക് പരിക്കുണ്ടെന്നറിയുന്നുണ്ട്. ഈ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കാണാതായിട്ടുണ്ട് ഒരുപാട് ആളുകളെ. ഇവരെ രക്ഷാപ്രവർത്തനത്തിന് എത്തിയവരുൾപ്പെടെ, രക്ഷാപ്രവർത്തകരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഇവിടെ നിന്നും കാണാതായിട്ടുള്ളത്. നിലവിൽ ഈ ഭൂകമ്പം എന്ന് പറയുന്നത് ഒന്നിനു പിറകെ ഒന്നായിട്ട് വന്ന ഭൂകമ്പമാണ്. ആദ്യം ഒന്നുണ്ടായി, വീണ്ടും തുടരെ ഉണ്ടായി എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ത്വരിതഗതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അജിംഷാദ്. ശരി അനുജയാണ് വിവരങ്ങൾ നൽകിയത് ചൈനയിലുണ്ടായ ഭൂകമ്പത്തിൻ്റെ.